ഹായ് ഗൈസ്, എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ ഒരു കരച്ചിലൂടെയാണ്. നിങ്ങളുടെയോ? അപ്പം ഈ കരച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കുറച്ച് പച്ചക്കറി പറിക്കാൻ വെച്ചു, കുറച്ചൊന്നുമില്ല കേട്ടോ, ഇച്ചിരി പച്ചമുളക് പറിക്കാൻ പാകത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചു. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇതിന് പരിപ്പേറി ഉണ്ടാക്കി വിചാരിച്ചു, എന്തെങ്കിലും മെഴുക്ക് പുരട്ടി എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോഴവിടുത്തെ വഴുതനങ്ങ പറിക്കാറായല്ലോ എന്ന് ചെന്ന് നോക്കിയാൽ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു, അത് പറിച്ചു. അങ്ങനെ പരിപ്പേറിയും വഴുതനങ്ങ തോരനും ചോറും ഒക്കെ ആയി ഉച്ച അങ്ങനെ പോയി. നിങ്ങൾക്കും ഉണ്ടോ പച്ചക്കറി തോട്ടമൊക്കെ? എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇഷ്ടം കേട്ടോ, ഇങ്ങനെ പച്ചക്കറി നടുക, വളർത്തുക, അതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വിളവെടുക്കുക, ഇതൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെയാണ്. പക്ഷെ കുറേ പരിശ്രമത്തിന് ശേഷം എനിക്ക് ആകെ കിട്ടിയത് വഴുതനങ്ങയും ഒരു മൂട് തക്കാളി, പയറ് അങ്ങനെയൊക്കെയുള്ളതാണ്. മിക്കതും ഇവിടെ പുഴുക്കളുടെ ശല്യം ഭയങ്കര കേട്ടോ, അത് മിക്കതും പുഴു തിന്നാറുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിനകത്ത് വിനാഗിരി ഒഴിച്ച് സ്പ്രേ ചെയ്യാൻ പറഞ്ഞു, ചാരയിടാൻ പറയുന്നു, ചാണകപ്പൊടി ഇടാൻ പറയുന്നു, രാസവളം ഉപയോഗിക്കാൻ പറയുന്നു. അതിൽ രാസവളം മാത്രം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ബാക്കിയൊക്കെ ഇങ്ങനെ ഏകദേശമൊക്കെ ആഴ്ചയൊക്കെയൊക്കെ ഒരു തവണ വെച്ചൊക്കെ ഇങ്ങനെ പോകുന്നു. കുറച്ച് ചെടികളുണ്ട്, ചെടികൾ പരിപാലിക്കാനും നടാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ചൂട്, അമ്മോ, രാവിലെ ഒരു 10:30 കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4:30 വരെ, സത്യമായിട്ടും പറയാം, വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല, അമ്മാതിരി ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ലെന്നേ ചൂടൊന്നും. അയ്യോ, തളർച്ച. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അസുഖം വന്ന് കിടന്നാൽ എങ്ങനെയാണോ അതിലും ഇരട്ടി തളർച്ചയാണ് ഈ ചൂട്. അത് കഴിഞ്ഞാലോ തണുപ്പ്, ഒരു വല്ലാത്ത കാലാവസ്ഥ കേട്ടോ, സത്യമായിട്ടും പറയാം. ഇപ്പോൾ കുറച്ച് 2-3 ചെടികളൊക്കെ എനിക്ക് നടാനുണ്ട്, നമ്മൾ പോട്ട് മാറ്റി വയ്ക്കാനുണ്ട്, എന്താ പറയുക, നട്ട് വളർത്തിയത് പോട്ടിലേക്ക് മാറ്റാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഏകദേശം 4-5 പോട്ട് എന്താ പറയുക മിശ്രിതം കൂട്ടി ചെടികൾ നടാനും ഇപ്പോൾ എന്താ പറയുക പോട്ട് ഇളക്കി വയ്ക്കാനൊക്കെ ഉണ്ട്. ഈ ഒരു ചൂട് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്താലും പാവം ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് കാണണമെന്നേ, അത് ഈ പച്ചക്കറി ആയാലും ശരി ചെടിയായാലും അങ്ങ് വാടി സഹിക്കാൻ നമുക്ക് ഭയങ്കര വിഷമം, വാടി നിൽക്കുകയാണത് കാണുമ്പോൾ. നിങ്ങളെങ്ങനെ പച്ചക്കറി നടുന്നതും ചെടികൾ പരിപാലിക്കുന്നതും ഇഷ്ടമുള്ളവരാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കേട്ട കരച്ചിലില്ലേ, അത് കാരണം എനിക്ക് നല്ലതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. കാരണം ആശാട്ടി ഭയങ്കര ബഹളമാണ്, അവളുടെ ബഹളവും ചാട്ടവും കരച്ചിലും ഒക്കെ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും കുഞ്ഞ് എന്താ പറയുക, അവൾ ഒരു മിനിറ്റ് മിണ്ടാണ്ടിരുന്നാൽ ഭയങ്കര വിഷമം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താ പൊന്നാ എന്താ മിണ്ടാണ്ടിരിക്കണേന്ന് ചോദിക്കും. അവൾ അലച്ചാലോ മിണ്ടാതിരിയെന്ന് പറഞ്ഞ് വഴക്കും പറയും. ഇതൊരു പ്രത്യേക ലോകം കേട്ടോ, കുട്ടികളുമായിട്ടുള്ളത് വലിയൊരു പ്രത്യേക ലോകമാണ്. കാരണം എൻ്റെ മൂത്ത 2 കുട്ടികൾ ചെറുതായിരുന്നപ്പോഴും ഇതുപോലെ ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവർ വലുതായപ്പോൾ എന്താ പറയുക, വീട്ടിൽ ആ കുട്ടിത്തം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മൂന്നാമത്തോൾ ഉള്ളത് കൊണ്ട് വീട് നല്ല രസമാണ്. ഇങ്ങനെ എന്താ പറയുക, കീക്കിരി കുക്കിരി എന്നും പറഞ്ഞ് അലപ്പും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. എന്തായാലും രസമാണ് കേട്ടോ. എൻ്റെ ഈ കുഞ്ഞു ഫാമിലിയിൽ ഞാനിടുന്ന എൻ്റെ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ ഒന്ന് സഹായിക്കണം. സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.